2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും പാർലമെന്റിൽ ധാർഷ്ട്യം കാണിച്ചതിന് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ബി.ജെ.പി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ അഹങ്കാരം കാണിക്കുന്നത് വിജയിച്ചതിന് ശേഷമാണ്. എന്നാൽ ഇതാദ്യമായാണ് ഒരാൾ തോൽവിക്ക് ശേഷം അഹങ്കാരം കാണിക്കുന്നതെന്നാണ് അമിത് ഷാ പറഞ്ഞത്. 2014, 19, 24 വർഷങ്ങളിൽ കോൺഗ്രസിന്റെ മൊത്തം സീറ്റുകളേക്കാൾ കൂടുതലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ബി.ജെ.പിക്ക് ലഭിച്ചത്. 3-ൽ 2 സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് പൂർണ്ണ ഭൂരിപക്ഷം ലഭിച്ചു. ബി.ജെ.പിക്ക് മാത്രം 240 സീറ്റുകളും. ഇത് ഇന്ത്യൻ സഖ്യത്തേക്കാൾ കൂടുതലാണ്. പക്ഷേ തുടർച്ചയായി മൂന്നാം തവണയും ബി.ജെ.പി. വിജയിച്ചെങ്കിലും കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും തോൽവി അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചതെന്നും ആരാണ് സർക്കാർ രൂപീകരിച്ചതെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം. എന്നാൽ രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും കാട്ടിക്കൂട്ടുന്നത് ഇന്ത്യ ഭരിക്കാൻ അധികാരം കിട്ടി എന്ന മട്ടിലാണ്. പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നടന്നിരുന്നവർക്ക് അത് കിട്ടാതെ വന്നപ്പോഴുള്ള വിഭ്രാന്തിയായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ആധാരം. കോടികളുടെ ഭൂമി മദ്യം ഖനന കുംഭകോണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് ജാർഖണ്ഡിലെ JMM നേതൃത്വത്തിലുള്ള ഹേമന്ത് സോറന്റെ സർക്കാർ എന്നാണ് അമിത് ഷാ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 81 നിയമസഭാ മണ്ഡലങ്ങളിൽ 52-ലും താമര വിരിഞ്ഞതിനാൽ ജാർഖണ്ഡിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുമെന്ന് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കണക്കിലെടുത്ത് ഷാ പറഞ്ഞു.